പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാജ്യം എന്നും ഒരു സമസ്യയാണ്. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും നടുവിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പോരാട്ടവീര്യം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് സവിശേഷമായ വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടെഹ്റാന്റെ തെക്കൻ അതിർത്തിയിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ബെഹെഷ്ത്-ഇ-സഹ്റ. പേരിന്റെ അർത്ഥം സ്വർഗത്തിന്റെ പറുദീസ എന്നാണെങ്കിലും ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പാണ്. കേവലം മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന ഒരിടം എന്നതിലുപരി ഇറാന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പവർ ഹൗസായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. 1970കളിൽ സ്ഥാപിതമായ ബെഹെഷ്ത്-ഇ-സഹ്റയുടെ ചരിത്രം ഇറാന്റെ വിപ്ലവ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ സമയത്ത് ഷാ ഭരണകൂടത്തിന്റെ വെടിയുണ്ടകൾക്കിരയായ വിപ്ലവകാരികളെ അടക്കം ചെയ്തതോടെയാണ് ഈ മണ്ണിന് രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത്. വിപ്ലവാനന്തരം മടങ്ങിയെത്തിയ അയത്തുള്ള ഖമേനി തന്റെ ആദ്യത്തെ ചരിത്രപ്രധാനമായ പ്രസംഗം നടത്തിയത് ഈ ശ്മശാനത്തിൽ വെച്ചായിരുന്നു എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. തുടർന്ന് വന്ന 8 വർഷം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധം ഈ ശ്മശാനത്തെ ഒരു രക്തസാക്ഷി വനമായി മാറ്റി. ലക്ഷക്കണക്കിന് യുവാക്കളാണെന്ന് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയത്. അവരുടെ ഓരോ ശവകൂടീരത്തിന് മുന്നിലും സ്ഥാപിച്ചിട്ടുള്ള ചിത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇന്നും അവിടെ എത്തുന്നവരിൽ വലിയ വൈകാരികത ഉണർത്തുന്നു. ഇറാന്റെ ഓരോ തലമുറയും വളരുന്നത് ഈ രക്തസാക്ഷികളുടെ കഥകൾ കേട്ടുകൊണ്ടാണ്. അതിനാൽ തന്നെ ഈ സ്ഥലം ഇറാന്റെ ദേശീയ ബോധത്തിന്റെ പ്രതീകമാണ്. 2026 ഫെബ്രുവരി അവസാനത്തോടെ ബെഹെഷ്ത്-ഇ-സഹ്റ വീണ്ടും ആഗോള വാർത്തകളിൽ ഇടം പിടിച്ചു. സാധാരണഗതിയിൽ ശ്മശാനങ്ങൾ മരണപ്പെട്ടവർക്കുള്ളതാണെങ്കിൽ ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയും IRGCയും പുറത്തുവിട്ട ദൃശ്യങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. പുതുതായി കുഴിച്ചെടുത്ത ആയിരക്കണക്കിന് ശൂന്യമായ ശവക്കുഴികളുടെ ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തി അവർ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ആക്രമണകാരികൾക്കായി തയ്യാറാക്കിയ ഇടം എന്നായിരുന്നു ഈ പ്രചാരണത്തിന്റെ കാതൽ. പ്രത്യേകിച്ചും അമേരിക്കൻ സൈനികർ ഇറാനിയൻ മണ്ണിൽ കാലുകുത്തിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്തരം ശവക്കുഴികളായിരിക്കുമെന്ന പരോക്ഷമായ ഭീഷണിയാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശത്രുവിന്റെ പരാജയം ദൃശ്യവൽക്കരിക്കുക എന്ന തന്ത്രമാണിത്. ആധുനിക കാലത്ത് യുദ്ധം എന്നത് കേവലം മിസൈലുകളിലും തോക്കുകളിലും ഒതുങ്ങുന്നില്ല. അത് ഇൻഫർമേഷൻ വാർഫെയർ അഥവാ വിവര യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ ശവക്കുഴി പ്രചാരണം ഒരു ക്ലാസിക് സൈക്കോളജിക്കൽ ഓപ്പറേഷനാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു സൈനികൻ തന്റെ അന്ത്യം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ് യുദ്ധം വരെ അമേരിക്കൻ ജനതയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് തങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങൾ പെട്ടികളിൽ തിരികെ വരുന്നത് കാണുന്നതാണ്. ഈ ഭയം വീണ്ടും ഉണർത്തുക വഴി അമേരിക്കയ്ക്കുള്ളിൽ യുദ്ധവിരുദ്ധ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. സ്വന്തം ജനതയോട് ഞങ്ങൾ ശത്രുവിനെ നേരിടാൻ സുസജ്ജരാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം ദൃശ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇറാന്റെ ഭീഷണികൾക്ക് മറുഭാഗത്ത് അമേരിക്കൻ സൈന്യം പിന്തുടരുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയുണ്ട്. ഇറാൻ മരണത്തെയും രക്തസാക്ഷിത്വത്തെയും ആഘോഷമാക്കുമ്പോൾ അമേരിക്ക ഓരോ സൈനികന്റെയും ജീവന് വലിയ മൂല്യം നൽകുകയും മരണം സംഭവിച്ചാൽ അത് അതീവ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. യുദ്ധമേഖലയിൽ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടാൽ ആ മൃതദേഹം ഒരിക്കലും ശത്രുവിന്റെ മണ്ണിൽ ഉപേക്ഷിക്കില്ല എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത നയം. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൃതദേഹം ഉടൻ തന്നെ അവിടെ നിന്നും മാറ്റുന്നു. ജർമ്മനിയിലെ റാംസ്റ്റൈൻ എയർബേസ് പോലുള്ള കേന്ദ്രങ്ങളിൽ എത്തിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിലെ ഡെലവെയറിലുള്ള ഡോവൽ എയർഫോഴ്സ് ബേസിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നടക്കുന്ന ഡിഗ്നിഫൈഡ് ട്രാൻസ്ഫർ ചടങ്ങ് ലോകത്തെ തന്നെ ഏറ്റവും ഗൗരവമേറിയ സൈനിക ചടങ്ങുകളിൽ ഒന്നാണ്. ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശവപ്പെട്ടികൾ വിമാനത്തിൽ നിന്ന് സൈനികർ ചുമലിലേറ്റുമ്പോൾ ഭരണാധികാരികളും കുടുംബാംഗങ്ങളും സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നു. ഇത് അമേരിക്കൻ സൈനികർക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ എവിടെയായാലും ഞങ്ങൾ നിങ്ങളെ തിരികെ എത്തിക്കും എന്നതാണ്. ബെഹെഷ്ത്-ഇ-സഹ്റയിലെ ശൂന്യ ശവക്കുഴികളും US വിമാനവാഹിനി കപ്പലുകളിലെ അത്യാധുനിക മോർച്ചറി സൗകര്യങ്ങളും 2 വ്യത്യസ്ത ലോകവീക്ഷണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. മരണം എന്നത് ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ്. ശവക്കുഴികൾ അവർക്ക് പ്രതിരോധത്തിന്റെ അടയാളമാണ്. അവർ മരണത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയും ആസൂത്രണവും ഉപയോഗിച്ച് ജീവഹാനി കുറയ്ക്കുക എന്നതാണ് പ്രധാനം. മരണം സംഭവിച്ചാൽ അത് മാന്യമായി കൈകാര്യം ചെയ്യുക എന്നതാണ് സൈന്യത്തിന്റെ അവകാശമായി അവർ കാണുന്നത്. പശ്ചിമേഷ്യ സംഘർഷങ്ങൾ 2026 പുകയുന്ന സാഹചര്യത്തിൽ ബെഹെഷ്ത്-ഇ-സഹ്റ കേവലം ഒരു ചരിത്ര സ്മാരകമല്ല, മറിച്ച് സജീവമായൊരു യുദ്ധമുഖമാണ്. സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത് ഇന്ന് ലബോറട്ടറികളിലും സ്റ്റുഡിയോകളിലുമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് 1000 മിസൈലുകളെക്കാൾ പ്രഹരശേഷി ഉണ്ടാകും. ഇറാന്റെ ശൂന്യ ശവക്കുഴികൾ നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ഈ മണ്ണിലേക്ക് വരുന്നവർ തിരികെ പോകില്ല. എന്നാൽ അമേരിക്കയുടെ മറുപടി അവരുടെ അത്യാധുനിക രക്ഷാപ്രവർത്തനങ്ങളിലൂടെയാണ്. തോക്കുകളും വിമാനങ്ങളും മാറ്റിവെച്ചാൽ പോലും ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം 2 വ്യത്യസ്ത സംസ്കാരങ്ങളും ധാരണകളും തമ്മിലുള്ളതാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ രക്തം ചിന്തുന്നതിനേക്കാൾ കൂടുതൽ ചിന്തകളെയും ബോധ്യങ്ങളെയും മുറിപ്പെടുത്തുന്നവയായിരിക്കുമെന്ന് ബെഹെഷ്ത്-ഇ-സഹ്റയിലെ ഓരോ കല്ലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.